കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവനെതിരായ ഒളിക്യാമറ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്യാതെ പൂർണ്ണരൂപത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയതായി TV9 ഭാരത് വർഷിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ രാഹുൽ ചൗധരി വ്യക്തമാക്കി. ഏത് അന്വേഷണവുമായും സഹകരിക്കാമെന്നും ചാനലിന് ഗൂഢലക്ഷ്യങ്ങളില്ലെന്നും രാഹുൽ ചൗധരി പറയുന്നു. ദില്ലിയിൽ നിന്ന് വന്ന മാധ്യമപ്രവർത്തകർ എന്ന പേരിലാണ് സമീപിച്ചതെന്ന MK രാഘവന്റെ വാദം തെറ്റാണെന്നും ചാനൽ പറയുന്നു. കൺസൾട്ടൻസി സ്ഥാപനമെന്ന നിലയിലാണ് രാഘവനെ സമീപിച്ചത്. അത് വീഡിയോയിൽ തന്നെ വ്യക്തമാണെന്നും രാഹുൽ വ്യക്തമാക്കി. കേരള പോലീസിൽ നിന്ന് ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. വിളിച്ചാൽ സഹകരിക്കും. ഞങ്ങളുടെ അന്വേഷണത്തിന് പിന്നിൽ ഒരു പാർട്ടിയുമില്ല. CPM ആണെന്ന വാദം അടിസ്ഥാനരഹിതമാണ്. സ്റ്റിംഗ് ഓപ്പറേഷനിൽ BJP, കോൺഗ്രസ്, ആം ആദ്മി എന്നീ പാർട്ടികളിൽ നിന്നുള്ള MPമാരുണ്ടായിരുന്നു. ഇതുതന്നെ വസ്തുനിഷ്ഠവും നിഷ്പക്ഷവുമായ അന്വേഷണമാണെന്ന് തെളിയിക്കുന്നതാണെന്ന് രാഹുൽ ചൗധരി പറയുന്നു. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചാനൽ പ്ലാൻ ചെയ്ത അണ്ടർ കവർ ഓപ്പറേഷനാണിത്. സത്യം പുറത്തു വരണമെന്നത് മാത്രമായിരുന്നു അജണ്ട. ഞങ്ങളുടെ സ്റ്റിംഗ് ഓപ്പറേഷൻ സത്യസന്ധമാണെന്ന് ഏജൻസിക്ക് മുന്നിലും തെളിയിക്കാം. നിയമ നടപടികൾ നേരിടാനും ഒരുക്കമാണെന്ന് രാഹുൽ ചൗധരി പറഞ്ഞു. രാഘവന്റെ ശബ്ദം ഡബ്ബ് ചെയ്ത് കയറ്റിയെന്ന വാദവും ചാനൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ തള്ളി. വീഡിയോയിൽ തന്നെ രാഘവൻ സംസാരിക്കുന്നത് വ്യക്തമാണ്. ആ ഓഡിയോയിൽ ഡബ്ബ് ചെയ്തെന്ന ആരോപണം പരിശോധിക്കട്ടെ. ഏത് പരിശോധനയുമായും സഹകരിക്കുമെന്നും ചാനൽ 100% ഉറപ്പോടെ പറയുന്നു. എന്തുകൊണ്ട് രാഘവൻ എന്നുള്ളതിനും അവർക്ക് മറുപടിയുണ്ട്. കേരളത്തിൽ 19 MPമാരുണ്ടായിട്ടും എന്തിനാണ് MK രാഘവനെ തന്നെ തിരഞ്ഞെടുത്തതെന്നാണ് ഒരു സ്വകാര്യ ന്യൂസ് ചാനലിലെ അവതാരകൻ ചോദിച്ചത്. കേരളത്തിൽ വേറെ ആരെയെങ്കിലും സ്റ്റിംഗ് ഓപ്പറേഷനു വേണ്ടി സമീപിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് രാഹുൽ ചൗധരി നൽകിയ മറുപടി ഇങ്ങനെയാണ്. കേരളത്തിൽ നിന്ന് ആദ്യം ഞങ്ങൾ സമീപിച്ചത് MK രാഘവനെയാണ്. ഒരു സ്ഥലമിടപാടിൽ സഹായിച്ചാൽ പണം തരാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്തു. കാണാമെന്ന് രാഘവൻ ഉടനടി സമ്മതിച്ചു. നേരത്തെ തന്നെ ഈ പണം നൽകുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഉടനെ പണം നൽകാമെന്ന് പറഞ്ഞപ്പോൾ നേരിട്ട് കാണാമെന്ന് സമ്മതിച്ചു. ഇതിലെന്തെങ്കിലും ഫോളോ അപ്പ് നടത്തിയിരുന്നോ എന്നും മാധ്യമപ്രവർത്തകൻ ചോദിച്ചിരുന്നു. ഫോളോ അപ്പ് ഉണ്ടായിരുന്നില്ലെന്നും നേരിട്ട് കണ്ടപ്പോൾ തന്നെ പണം നൽകാമെന്ന് സമ്മതിച്ചതിനെ തുടർന്ന് അത് വാർത്തയാക്കുകയായിരുന്നുവെന്നും TV9 പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.